ഹലോ, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന എന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കേര മീൻ കറി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ 1 കിലോ കേരയാണ് എടുത്തിരിക്കുന്നത്. അത് നന്നായി കഴുകി വൃത്തിയാക്കി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളായിട്ടുള്ള മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഓരോ പൊടികളായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ പൊടി ചിലപ്പോൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതില്ലാതിരിക്കാനാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് തക്കാളി, ഇഞ്ചി, കറിവേപ്പില, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് എന്നിവ അരിഞ്ഞ് മാറ്റി വയ്ക്കാം. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് കൊടുക്കാം. ഉലുവ കരിയാതെ നോക്കണേ. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് കൊടുത്ത് ഇതിൻ്റെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക്, വേപ്പില എന്നിവ ഇട്ട് കൊടുക്കാം. ചെറിയുള്ളി തന്നെ ചേർക്കണം, സവാള ചേർക്കരുത്. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കണം. ചെറിയുള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വരുന്നത് വരെ നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴറ്റി വരുന്നത് വരെ നമുക്കിത് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. എല്ലാം നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന പൊടികളായിട്ടുള്ള മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുത്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പൊടികൾ ചേർക്കുന്ന സമയത്ത് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വയ്ക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോൾ പൊടിയുടെ പച്ചമുളക് നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളയ്ക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ പുളിവെള്ളമെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടാണ് ഈ കറി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെ നന്നായി തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് തിളച്ച് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മീൻ കറിയുടെ ചാറെല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്ന ഈ ഗ്രേവിയിലേക്ക് നമുക്കിനി നേരത്തെ ഉപ്പെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിരുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കിലോ കേരമീനാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അടുത്തതായിട്ട് ഇനി നമ്മൾ കുറച്ചുകൂടെ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം മീൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം വീണ്ടും തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇനി മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം വേവുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കറി കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഏകദേശം ഒരു 15 മിനിറ്റാണ് നമ്മൾ ഈ കറി അടച്ചു വയ്ക്കുന്നത്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ മസാലകളെല്ലാം മീൻ കഷ്ണത്തിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മുടെ ഗ്രേവിയെല്ലാം നന്നായി തിളച്ച് വറ്റി മീൻ കഷ്ണങ്ങളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കാം. ഇളക്കി കൊടുക്കാനൊന്നും നിൽക്കണ്ട, മീൻ ഉടഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ എണ്ണയെല്ലാം നന്നായിട്ട് മീൻ കറിയുടെ മുകളിലേക്ക് തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആ സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള കേരമീൻ കറി റെഡി ആയിട്ടുണ്ട്. ഒരു 1-2 മണിക്കൂർ കൂടെ റെസ്റ്റ് ചെയ്തിട്ട് കൂടെ കഴിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.